സത്യം പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ, അത്രയ്ക്ക് സന്തോഷമാണ് കേട്ടോ ഇന്നത്തെ കളി ജയിച്ചപ്പോൾ. അതും സഞ്ജു സാംസൺ നിന്ന് കളി ജയിപ്പിച്ചപ്പോഴേ ആ ഒരു വികാരം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സഞ്ജു അവിടെ നിന്ന് കരയുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് നിന്ന് കരയുക അവൻ, ലിറ്ററലി ഹീസ് ക്രൈയിങ്. എനിക്കറിയാം എല്ലാ മലയാളികളുടെ മനസ്സുകളിലും ഇന്ത്യക്കാർ മൊത്തം കരയുന്നുണ്ടാകും, അല്ലേ? കരയുന്നുണ്ടാവും. കാരണം എത്രത്തോളം ഫാൻ ബേസ് ആണെന്ന് അറിയാം ഈ സഞ്ജുവിനുള്ളത്. നല്ല കാലിബർ ഉണ്ടായിട്ടും നല്ല കളികൾ കളിച്ചിട്ടും ഒന്നും നമ്മുടെ ഇന്ത്യൻ ടീമിൽ തന്നെ ഒരു സ്ഥിര സാന്നിധ്യമാവാൻ പറ്റാതെ പോയവൻ, വേൾഡ് കപ്പിൽ വരുന്നതിന് മുമ്പ് ടീമിൽ നിന്ന് മാറ്റി നിർത്തിയവൻ, കൃത്യമായിട്ട് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ് എന്നൊക്കെ ഉറപ്പിച്ചിരുന്ന സഞ്ജു സാംസനെ 3-4 കളി അവൻ ഫോം ഔട്ട് ആയപ്പോൾ അവനെ മാറ്റിക്കണ്ട് അവിടെ മറ്റൊരാളെ കൊണ്ടുവരികയും നോക്കൂത്തിയെ പോലെ വെള്ളം കൊണ്ടു കൊടുക്കുന്ന ഒരു മനുഷ്യനായി നിൽക്കുകയും അവസാനം ഒരു കളി തോറ്റപ്പോൾ ഈ പറയുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ 2 ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വേണം എന്നതുകൊണ്ട് മാത്രം സഞ്ജുവിനെ എന്ത് ചെയ്യുന്നു, ഓപ്പണിങ്ങിലേക്ക് ഇറക്കുന്നു. 2 കളികളിലും ഓപ്പണിങ്ങിൽ വലിയ തീരെ തെറ്റില്ലാതെ 8 ബോളിൽ 22, 15 ബോളിൽ 26, അങ്ങനെ എന്തോ ആയിരുന്നു 2 സ്കോർ. പക്ഷെ ഇന്നത്തെ കളി സഞ്ജു സാംസൺ പറഞ്ഞു കേട്ടോ, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു നിമിഷമാണ് ഈ ഒരു കളി. അതിനി എത്രയൊക്കെ അടിച്ചാലും ശരി തന്നെ, എത്രയൊക്കെ കളി കളിച്ചാലും ശരി തന്നെ, ഇത് മറക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു, ഇന്ന് എന്നെ ദൈവം അനുഗ്രഹിച്ചു കളിക്കാൻ വേണ്ടിയിട്ട്, എന്നെ ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ കളിച്ചത് എന്നുള്ളത്. എത്ര കൈയടിച്ചാലും എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല സഞ്ജു, മനസ്സിലായോ? ഈ ഒരു മൊമെന്റ് അവൻ അവസാനം ഈ പറയുന്ന ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുമ്പോൾ എൻ്റെ ബാറ്റ് എടുത്ത് ഉമ്മ വെച്ചിട്ട് ബാഗിനകത്തോട്ട് വയ്ക്കുന്നത് ഗാലറി നിന്ന് കത്തുകയാണ്. സത്യം പറഞ്ഞാൽ അൺബിലീവബിൾ, ഒരു ത്രസിച്ചിരുന്നു പോയി. ഇത് ഞാൻ ഇതുവരെ കാണാത്തൊരു സഞ്ജു ത്രസിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഞ്ജു ബാറ്റിങ്ങിന് വരുമ്പോഴേ ഡക്കാവല്ലടാ എന്നാണ്, നെഞ്ച് കിടന്ന് കട്ടക്കട്ടായിരിക്കും. ഡക്കാവല്ലടാ എന്ന് വന്നപ്പോഴാ ഡക്കാവല്ലേ, നമ്മളൊരു 10-20 അടിക്ക് എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു. ഇവൻ അടിച്ചു തുടങ്ങി, അഭിഷേക് ശർമ്മ പോയി, അതിനുശേഷം ഇവൻ അടിക്കുകയാണ്. അപ്പോൾ 22 നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, കഴിഞ്ഞോട്ടും 22-24 നീ ഔട്ടാവരുത്, നീ എങ്ങനെയെങ്കിലും ഒരു 30 റൺസ് അടിക്കുക. എൻ്റെ മനസ്സിൽ പറയാം, നീ ഒരു 30 റൺസ് അടിക്ക്, ഇല്ലെങ്കിൽ എല്ലാം കൂടി നിന്നെ ക്രൂശിക്കും, മനസ്സിലായോ? അങ്ങനെ 30 കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ആക്രാന്തമാണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, അത്യാഗ്രഹിയാകുകയാണ്. ഞാൻ വിചാരിച്ചു ഒരു 50 അടിയടാ, ഒരു 50 അടിയടാ. 50 അടിച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നേടിയ പോലും നീ അതുവരെ ഞാൻ ഒരു വളരെ അവൻ്റെ ആ ഒരു സമയം വന്നു, അവന് അർഹിച്ചത് അവന് കിട്ടി എന്നൊക്കെ വിചാരിച്ചു. അതിനുശേഷം സഞ്ജു കളിച്ച കളി, വിരാട് കോഹ്ലി തോറ്റുപോകും, വിരാട് കോഹ്ലിയെ ഓർമ്മിച്ചു പോകും. വിരാട് കോഹ്ലി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഇന്നിങ്സ് കളിക്കുന്ന വിരാട് കോഹ്ലി പോയിട്ടേ ഉള്ളു, വേറെ ആരുമില്ല, ഒരൊറ്റ മനുഷ്യരില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ, നമ്മൾ കഴിഞ്ഞ കളി തന്നെ ചേസിന് തോറ്റപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു വിരാട് കോഹ്ലിയുടെ അഭാവം എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇന്ന് അവൻ കളിച്ചത് വിരാട് കോഹ്ലിയുടെ എന്തോ ആത്മാവന്റെ ദേഹത്ത് കയറിയതുപോലെ എന്ന് കളിച്ചത്. ഒരു ഷോട്ട്, ക്ലാസിക് ഷോട്ട് മാത്രം, ഒരു ലൈഫ് പോലുമില്ല, സ്ട്രൈറ്റ് ബിറ്റ്, ഒരു എഡ്ജ് പോലുമില്ല. ബീറ്റൻ ഒന്നോ രണ്ടോ ബോൾ എന്തോ ബീറ്റൻ, അതിൽ ബാക്കിയെല്ലാം മിഡിൽ, ബാറ്റിന്റെ മിഡിലിൽ വളരെ കൂൾ ആൻഡ് കാം. ഇത് നമുക്ക് നോക്കണം. ഈ പറയുന്നത് ഈ എന്താണ്, ഒരു ക്വാർട്ടർ ഫൈനൽ ആയിരുന്നു, അല്ലേ? എന്നിട്ടും വളരെ കാമായിട്ട് സിംഗിൾ എടുത്ത് അടിക്കുന്ന ആ ഓഫ് സൈഡിലൊക്കെ അടിച്ച 4 ഒരു രക്ഷയില്ല. ഇത്രയും പ്രഷറൈസിൽ നിൽക്കുന്ന, ഇത്രയും പ്രഷറിൽ നിൽക്കുമ്പോൾ അവൻ ഓഫ് സൈഡിൽ അടിച്ച 4 കണ്ടാവും, ഒരു ഇതുമില്ല, ഒരു കാമായിട്ട് അടിച്ചു വിട്ടു.
എന്നിട്ട് സിംഗിൾ എടുത്ത് പറയാം എനിക്കറിയാം ഞാൻ നിൽക്കും എന്നുള്ളത് അവന് കൃത്യമായിട്ട്. എനിക്കത് എങ്ങനെ ഇത് വർണ്ണിക്കണമെന്നറിയില്ല, എങ്ങനെ നിങ്ങളെ ഇത് എന്തോ ഒരു സന്തോഷം. എനിക്കറിയാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഇത് വളരെയധികം സന്തോഷത്തിലായിരിക്കും. കാരണം കുറെ എണ്ണം എത്രയെന്നറിയാം ലോക പ്രശസ്ത ഈ പറയുന്ന പ്രഡിഷൻ പറയുന്നവരൊക്കെ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ സെമി കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സെമി കാണില്ല എന്ന് പലരും ഞാൻ മുമ്പേക്ക് ഞാൻ കാണുന്നത് അവരെയൊക്കെ പ്രവചനം ഇതുവരെയ്ക്കും തെറ്റിയിട്ടില്ല. ആ പ്രവചനത്തിനെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ ഇന്ന് 97 50 ബോളിൽ നോട്ട് ഔട്ട്. ലാസ്റ്റ് 2 ബോൾ, ഒരു 6 ഒരു 4. ഇത്രയും പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു കളി എല്ലാവരും ഓരോന്നായിട്ട് തൊഴിയുമ്പോഴും അവിടെയൊക്കെ ഒരു സൈഡിൽ ഉറച്ചു നിന്നു. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇന്നിങ്സ്, വിശ്വസിക്കാൻ പറ്റത്തില്ല. മുഹമ്മദ് അമീറെ, നീ പോയി കുനിഞ്ഞില്ലടാ, നീ പോയി റോട്ടിൽ പോയി കുനിഞ്ഞില്ലേ? മനസ്സിലായോ? നീ എന്താ പറഞ്ഞത്? നീ എന്തൊക്കെയാണ് പ്രഡിഷൻ, നിന്റെ കോപ്പിലെ പ്രഡിഷൻ എന്താ? എന്തൊക്കെ ചെയ്താലും ശരി തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യ സെമിയിൽ കയറില്ല എന്ന് നീ ഭയങ്കര ആദ്യമല്ല അവിടെ ഇരുന്നുകൊണ്ട് നീ ഇന്നലെയും പറഞ്ഞു കയറില്ല എന്നുള്ളത്. ഇപ്പൊ എന്തായി? നിന്റെ പാക്കുകൾ അങ്ങ് വന്നിട്ടുണ്ടാവും. പ്രഡിഷൻ കിങ് ആയിരുന്നു ഈ പറയുന്ന മുഹമ്മദ് അമീർ. അവൻ പറയുന്നതെല്ലാം കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? കൃത്യമായിട്ട് പറഞ്ഞു ഇന്ത്യ ഈ പറയുന്ന അഭിഷേക് ശർമ്മ ചാളവെട്ടാണ്, ഇന്ത്യ ഈ പറയുന്ന ബാറ്റിംഗ് ഒട്ടും ശരിയല്ല, എല്ലാം കൊളാപ്സ് ആവുന്നു എന്നൊക്കെ അതൊക്കെ കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് സഞ്ജു സാംസൺ അവന്റെ ദിവസമായിരുന്നു ഇത്, അവന്റെ ദിവസം. സഞ്ജു സാംസൺ നേരത്തെ ഔട്ടായിരുന്നു നമ്മളെ തീർന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തീർന്ന്. സഞ്ജു സാംസൺ എനിക്ക് അത്ഭുതം എന്ന് വെച്ചാൽ സഞ്ജു സാംസൺ പൊതുവെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒരു 50 അടിച്ചാലും നിർത്തൂല, അവൻ അടിച്ചടിച്ചടിച്ചടിച്ച് എവിടെയെങ്കിലും കൊണ്ട് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പോവും. ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ജയിപ്പിക്കാൻ വേണ്ടി നോക്കില്ല. ഞാൻ 1% പോലും കരുതിയില്ല കേട്ടോ. ഒരു നമ്മുടെ ചിന്തകളുടെ വിദൂരതയുടെ അഗാധതയിൽ പോലും ഞാൻ ചിന്തിച്ചില്ല സഞ്ജു സാംസൺ ഇതുപോലെ അവസാനം വരെ നിന്ന് അവസാന റണ്ണ് വരെ അടിച്ച് നോട്ട് ഔട്ട് പോകുമെന്ന് ഞാനല്ല, ഈ ലോകത്ത് ഒരു മനുഷ്യര് പോലും വിചാരിച്ചാണില്ല. ടോട്ടലി ഡിഫറെന്റ് ബാറ്റിംഗ്. എന്നാ കോൺഫിഡൻസ് അവന്റെ ബാറ്റിങ്ങിൽ നിന്ന്. ഒരു വേള പോലും ആൾക്കാർ വിക്കറ്റ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ അണ്ണ ഇവിടെ വളരെ കോൺഫിഡന്റ് ആയി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് സ്ട്രൈറ്റ് ബെല്ലിൽ എങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. എന്ത് മനോഹരമായിട്ടാണ് അവൻ കളിച്ചത്, എന്തൊരു സൗന്ദര്യമായിരുന്നു അവന്റെ ബാറ്റിങ്ങിൽ നിന്ന്, എന്തൊരു സൗന്ദര്യമായിരുന്നു. ഇനിയിപ്പോ ഈ ഒരു ഹൈലൈറ്റ്സ് നമുക്കറിയാം, നിങ്ങൾക്ക് ഇനി എത്ര തവണ കാണുമെന്ന് അല്ലേ? എത്ര കണ്ടാലും മതിവരാത്ത ഒരു ഹൈലൈറ്റ്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അല്ലെ? എത്ര കണ്ടാലും മതിവരാത്ത ഒരു ഹൈലൈറ്റ്സ്. ഇന്ത്യ ആദ്യം ടോസ് കിട്ടി വെസ്റ്റ് ഇൻഡീസിനെ ബാറ്റിങ്ങിന് അയച്ചപ്പോ എന്റെ നെഞ്ചൊന്ന് ഇടിച്ചു. ഞാൻ കരുതി എടാ ഇത്രയും കളികൾ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയാണ് നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നത്. അവന്മാരെ കൊണ്ട് അവന്മാർ തോറ്റതും ഈ പറയുന്ന സെക്കൻഡ് ബാറ്റിങ്ങിലൊക്കെയാണ്. ഒരു ലാസ്റ്റ് കളി മാത്രം ഫസ്റ്റ് ബാറ്റിംഗ് തോറ്റത്. എന്തിനാണ് കിട്ടിയ ടോസിനെ കൊണ്ട് കളഞ്ഞത് എന്ന് ഞാൻ കരുതി. കാരണം അതിനകത്ത് പിന്നെ ഡ്യൂ ഉണ്ടാവും, ഫസ്റ്റ് കുറച്ച് മൂവ്മെന്റ് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ബൗളിംഗ് എടുത്തത്. ഓക്കെ, അപ്പോഴേ തന്നെ മനസ്സിടിച്ചു ഇത് അവസാനം എല്ലാം കൂടി ഈ പറയുന്ന സൂര്യകുമാർ യാദവിന്റെ തലയിൽ വെക്കും എന്ന് പറയാൻ ചിന്തിച്ചു. കളി തുടങ്ങിയപ്പോ പുട്ട് അഭിഷേക് ശർമ്മ എന്തോ ഇത്രയും പ്രഷർ. അഭിഷേക് ശർമ്മന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി, അവന് പ്രഷറാണ് കേട്ടോ. അവന് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് 2 പുട്ട് കഴിച്ചവൻ കളഞ്ഞത്. അവന് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ നേരത്തെ അടിച്ച അടി കണ്ടോ, അത് ഷോർട്ട് പിച്ച് ബോൾ അല്ല, അത് അടിക്കാനുള്ള ബോൾ അല്ല, വെറുതെ അടിച്ചേണ്. അത് അടിക്കാനുള്ള ബോളേ അല്ല, ഡിഫെൻഡ് ചെയ്യാനുള്ള ബോൾ, അല്ലെങ്കിൽ ഒരു സിംഗിൾ എടുക്കാനുള്ള ബോളാണ്. അല്ലെങ്കിൽ ഫ്രണ്ട് ഫുട്ട് കയറി വന്ന് നമുക്ക് വേണമെങ്കിൽ ലോങ് ഔട്ട് അടിക്കാം. അവിടെ ഒന്നും ഷോർട്ട് പിച്ചിൽ പുള്ളി ചെയ്യാനുള്ള ബോൾ അല്ല അത്. അവനത് ചെയ്തു. അത്രയ്ക്ക് പ്രഷറിലാണ് അവൻ. അതുകൊണ്ട് ആ പുട്ട് കേച്ച് കളഞ്ഞത്. കേച്ചുകൾ കളയുന്നു, അവന്മാരൊന്നും അടിക്കുന്നു. ആ ബുംറ ഉള്ളത് കൊണ്ട് ആ ഫസ്റ്റ് വിക്കറ്റ് ബുംറ വന്ന് ആ ഒരു ഓവറിൽ 2 വിക്കറ്റ് തള്ളിയിട്ടപ്പോൾ ഒരു സമാധാനം. നമുക്കറിയാം അവസാനം 9ാമത്തെ ബാറ്റ്സ്മാൻ വരെ വന്ന് പുളക്ക് വന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. 195 റൺസാണ് അവർ അടിച്ചു കൂട്ടിയത്. 1-2 റൺസ് അല്ല, 195 റണ്ണ്. 190-80 കഴിഞ്ഞപ്പോൾ തന്നെ നെഞ്ചുടിപ്പ് തുടങ്ങി. കാരണം ഇതുപോലുള്ള ഒരു നോക്കൗട്ട് മത്സരം, ഇതിൽ നിന്ന് ഔട്ടായ പുറത്താകും. ചേസിംഗ് ആണ്, 160 മേലുള്ള ചേസിങ്ങിന്
വിരാട് കോഹ്ലി ഇല്ലെങ്കിൽ ചേസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാം T20 ഇവിടെ വിരാട് കോഹ്ലി ഇല്ല. ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യയുടെ ബാറ്റിംഗ്. അഭിഷേക് ശർമ്മ കോൺഫിഡൻസ് മൊത്തം പോയി കിടക്കുകയാണ്. 2 4 അടിച്ചു, 10 റൺ, 11 ബോൾ. സഞ്ജു സാംസൺ എന്നാ ഫിഗറ, 50 ബോളിൽ 97, 4 സിക്സുകളും 12 ഫോറുകളും, 4 സിക്സും 12 ഫോറുകളും, സ്ട്രൈക്ക് റേറ്റ് 194, നോട്ട് ഔട്ട്. ഇഷാൻ കിഷൻ ഇന്ന് ഫോം ആവാൻ പറ്റിയില്ല. 2 ഫോറുകൾ അടിച്ച് 10 റൺസിന് ഔട്ടായി. സൂര്യകുമാർ യാദവ് 16 ബോളിൽ 18. സഞ്ജു സാംസന്റെ സൂര്യകുമാർ യാദവിന്റെ ആ ഒരു പാർട്ണർഷിപ്പ് ഏറ്റവും എടുത്തു പറയാനുള്ളത് തിലക് വർമ്മയുടെ ആ പാർട്ണർഷിപ്പ് വളരെ ക്രൂഷ്യലായിരുന്നു. വെറും 15 ബോളുകൾ നേരിട്ടുകൊണ്ട് 27 റൺസ്, 4 ഫോറുകളും 1 സിക്സും. വളരെ വളരെ ക്രൂഷ്യലായിരുന്നു. അവൻ ഔട്ടായ ബോളും കൃത്യമായിട്ട് അടിച്ചു. നല്ല സൂപ്പർ കേച്ചാണ്. നമ്മുടെ കേച്ചുകളൊക്കെ നക്കിയെടുത്തു. നമ്മൾ ഒരു കേച്ച് ഒന്നുകൊണ്ട് വിട്ട് കളഞ്ഞല്ലേ, ബാക്കിയൊക്കെ നക്കിയെടുത്തു. തിലക് വർമ്മ ഒരു പൊട്ടി കേച്ച് കളഞ്ഞു. തിലക് പറഞ്ഞ് നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, ക്യാച്ചുകൾ നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവസാനം വന്ന ശിവം ഡുബെ 4 ബോളുകൾ ഫേസ് ചെയ്ത് മാത്രമേ ഉള്ളൂ, 8 റൺസ് അടിച്ചു, 2 ഫോർ അടിച്ചു. അതും വളരെ നിർണായകമായിരുന്നു. നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ക്രൂഷ്യലായിട്ടുള്ള സമയത്തിൽ ഔട്ടാകും കൂടി ചെയ്തു. പിന്നെ എനിക്കൊന്ന് 2 ഓവറിൽ 17 റൺസോ അങ്ങനെ എന്തോ വേണമായിരുന്നു, 12 ബോളിൽ 17 റൺസോ എന്തോ വേണം. അപ്പോഴാണ് ഇവൻ വന്ന് എന്ത് ചെയ്തത്, 2 ഫോർ അടിച്ചത്. നമ്മുടെ ശിവൻ ഡുബെ 2 ഫോർ അടിച്ചത്. അവസാന ഓവറിൽ സഞ്ജു സാംസൺ ഫസ്റ്റ് ബോള് 6, രണ്ടാമത്തെ ബോള് 4. ഡക്കൗട്ടിൽ കണ്ട ആൾക്കാരെ കണ്ട അവരുടെ ആ ഒരു എനർജി കണ്ട, എടാ മുത്തേ, എടാ ചക്കരെ, ഒരു രക്ഷയില്ല നിന്റെ ഇന്നത്തെ കളി. എടുത്തിട്ട് കാണ് നീ തന്നെ സഞ്ജു, നീ തന്നെ നിന്റെ ഈ കളി എടുത്തിട്ട് കാണ്. എങ്ങനെയാണ് നീ കളിച്ചത്? 50 കഴിയുമ്പോ അടിച്ച് തൂക്കി വെച്ചിട്ട് പോവുകയല്ല. എങ്ങനെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ വിരാട് കോഹ്ലി കണ്ട കിണ്ടിങ്ങനെ ഒരു പിന്നീട് സിംഗിൾ എടുത്ത് അവസാനം നല്ല ടച്ച് ആകുമ്പോൾ അടി കിട്ടും. അതുപോലെ നിന്ന് കളി. മറ്റൊരു വിരാട് കോഹ്ലി ഈ ഒരു ഇന്നിങ്സ് ജസ്റ്റ് ലൈക്ക് വിരാട് കോഹ്ലി ആണെങ്കിൽ ഇത്രയും ഈ ഒരു സ്ട്രൈക്ക് റേറ്റ് ഇത്രയും കാണത്തില്ലെന്നേ ഉള്ളൂ. അവൻ കുറച്ചും കൂടി കൊട്ടു. ഇവിടെ അവൻ തുടക്കമായിട്ട് വലിയ അടി അടിച്ചു ഇല്ല ഇതാണ്. നിങ്ങൾ കണ്ടോ, വലിയ ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള അടി അടിച്ചൊന്നും ഇല്ലേതാണ്. പക്ഷെ അവൻ അടിക്കുന്ന ഓഫ് സൈഡിലൊക്കെ വെറുതെ ഇങ്ങനെ അടിക്കുന്നുള്ളൂ. അവിടെ ഒരു മനുഷ്യരില്ല. ക്ലാസിക് ഷോട്ട്, ക്ലാസിക്. ആ സിംഗിൾ എടുക്കണ ആവട്ടെ, ആ ഓടുമ്പോ തന്നെ അവന്റെ ആ ഒരു കോൺഫിഡൻസ് കണ്ടു. ഞാൻ നിൽക്കും, ഈ കളി ജയിപ്പിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. അവസാനം കളി ജയിച്ചപ്പോ ആ ഇരുന്ന ഇരിപ്പ് കണ്ടോ, ദൈവത്തോട് വിളിച്ച വിളി കണ്ടോ, ആ കണ്ണ് നിറയുന്നത് നിങ്ങൾ കണ്ടോ? അമ്മേണ മറ്റൊന്നും പറയുന്നില്ലേ, ബാക്കിയൊക്കെ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ പറയാം. എനിക്ക് ഈ ഒരു സാധനം എത്ര കണ്ടാലും കൊട്ടിനേക്കാൾ അങ്ങനെ കൊട്ടൊന്നും താള പഞ്ചവാദ്യം ഒന്നുമില്ല, പഞ്ചാര ഒന്നുമില്ല. അതിനേക്കാൾ വലിയ ഒരു സന്തോഷം എന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. ഈ ഒരു കളി ഒരിക്കലും ആയില്ല. നമ്മളെ ലാസ്റ്റ് ഏഷ്യ കപ്പില് തിലക് വർമ്മ അടിച്ചില്ല, കട്ടിയൊക്കെ ഒരുപാട് മേളിലാണ്. ഇത് വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പിലെ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 പ്രഷറാണ്. ഈ കളി പോയാൽ ഇല്ല, ഇന്ത്യ പോയി. മനസ്സിലായോ? ഇപ്പൊ സെമിയിൽ ആരുമായിട്ടാണ്? ഇംഗ്ലണ്ടുമായിട്ടാണ്. സുഖമായിട്ട് ജയിക്കാനേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വീണ്ടും എന്താ പറയാ, അറ്റാക്ക് വന്ന് മരിക്കാതിരുന്ന ഭാഗ്യം. ഇത്രയും കൂളായിട്ട് എൻ്റെ ജീവിതത്തിന് ഇത്രയും നല്ലൊരു ഇന്നിങ്സ് വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഓർമ്മിച്ചെടുക്കേണ്ടതായിട്ട് വരും. അത്രയ്ക്ക് ത്രില്ലിങ് മാച്ചായിരുന്നു. അവസാന ഓവർ വരെ അവസാനം അവൻ ഒരു 6 അടിച്ചില്ല, അതുവരെ നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവസാന ഓവറിൽ സഞ്ജു ഒരു 6. ഞാൻ ആലോചിക്കുന്നത് ഇവനെപ്പോഴായിട്ട് ഔട്ടായ പിന്നെ ആര് വരും, എന്താ പറഞ്ഞ മറ്റുള്ളവൻ അക്സർ പട്ടേൽ. എന്തായാലും ഇന്ത്യയുടെ സമയം കൊള്ളാം. ഇന്ത്യ രാജാക്കന്മാരെ പോലെ തന്നെ ജയിച്ചു കയറി. രാജാക്കന്മാർ 5 വിക്കറ്റ് ചെയ്താണ്.
4 ബോളുകൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം. നമുക്കിനി സെമി കാണാം. സഞ്ജു മോനെ മുത്തേ ചക്കരെ നീ ആണ്ടാ പ്ലെയർ നമുക്ക് എടുക്കണം.